വെൽക്കം ബാക്ക്. ഇന്ന് ശ്രീഋഷിയുടെ മെൻ്റൽ ഹെൽത്ത് മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു വലിയ ഫാക്റ്റിനെ പറ്റിയാണ്. നമ്മൾ ഒരുപാട് പേരെങ്കിലും ഉഴപ്പുന്ന, അതുപോലെ തന്നെ ഒരുപാട് പേരെങ്കിലും കണ്ടില്ല എന്ന് നടിക്കാൻ ശ്രമിക്കുന്ന, പക്ഷെ ആവശ്യമില്ല, ഇത്രയും മതി എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ആട്രിബ്യൂട്ടിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ആട്രിബ്യൂട്ട് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ് അലോട്ട്. അതാണ് വേറൊരു കാര്യം. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ സംഭവം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ. അതെ, അതാണ് വേർഡ്, പ്രാക്ടീസ്. സോ എന്താണ് പ്രാക്ടീസ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് പ്രാക്ടീസ്? വാട്ട് ഈസ് മേക്കിംഗ് എ കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ്? ഹൗ ഡസ് ഇറ്റ് എഫക്റ്റ് യുവർ ലൈഫ് സ്റ്റൈൽ? ഹൗ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു? ഇതിനെ പറ്റിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ പോകുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. എന്താണ് പ്രാക്ടീസ്? നിങ്ങൾ നിങ്ങളുടെ ഹോബി അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ഒരുപാടധികം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ നിങ്ങളൊരു സക്സസ്ഫുൾ ലെവലിലോട്ട് എത്തുന്നില്ല. ചിലപ്പോൾ അതിന് കാരണം നിങ്ങളുടെ എഫേർട്സ് എടുക്കുന്നത് കുറവായതുകൊണ്ടായിരിക്കാം. നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ആക്ഷൻ നമ്മൾ എത്രത്തോളം അവിടെ ഇടുന്നോ അതിനനുസരിച്ച് മാത്രമേ റിയാക്ഷൻ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, നിങ്ങൾ ഒരുപാട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമുക്കത് കിട്ടിയെന്ന് വരില്ല. ഫസ്റ്റ് തിങ്, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശരിക്കുള്ള സംഭവം. ഗോ ത്രൂ ദ പ്രാക്ടീസ്, ഫീൽ എവറി പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണതെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ചെയ്യുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്തോറും ഒരു കാര്യം പെർഫെക്റ്റ് ആവും എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. കാരണം നമ്മൾ അതിനകത്തോട്ട് എനർജി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനകത്തോട്ട് ഒരു ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ആക്ഷന് സയൻറ്റിഫിക്കലി അത് പ്രൂവൺ ആണ്. ആക്ഷനിൽ ആ ഒരു റിയാക്ഷൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കും. സോ എന്താണ് ഒരു പ്രാക്ടീസിൻ്റെ പാർട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പ്രാക്ടീസിനെ വളരെ കൃത്യമായിട്ട് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുക. കാരണം നമ്മൾ വേഗമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ പോരാ. നമ്മളൊരു കാര്യം കൺസിസ്റ്റൻ്റ്ലിയും സയൻറ്റിഫിക്കലിയും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിനകത്താണ് നമ്മളുടെ പല വിജയ സാധ്യതകളും കൂടുതലായിട്ട് നിൽക്കുന്നത്. സോ ഇപ്പോൾ നമ്മളുടെ ഒരു സ്കില്ല് നമുക്ക് കൂട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് പ്രാക്ടീസ്, ഒരു ദിവസം ഇത്ര സമയം റെഗുലർ അവേഴ്സ് ഓഫ് പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രാക്ടീസിനെ ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങളുടെ ഷെഡ്യൂളിനകത്ത് ആ പ്രാക്ടീസ് ഫിറ്റ് ഇൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം അതിന്. നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനും അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. ഇനി തേർഡായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിത്തൗട്ട് ഫെയിലിയർ, വിത്ത് പാഷൻ നിങ്ങൾ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ദിവസത്തിൽ നിങ്ങൾ നിശ്ചയിച്ച സമയത്ത് തന്നെ അത് തീർക്കുന്നു, അല്ലെങ്കിൽ നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ അതിനെ അനുഷ്ഠിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു നിഷ്ഠയായിട്ട് അതിനെ ഇങ്ങനെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എഫേർട്ടും അതുപോലെ നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ സമയവും അതിന് വേണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായതിനാൽ നിങ്ങൾ അതിനകത്ത് ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് വരും. ഇനി പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കുറച്ച് സമയം, അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആക്ച്വലി നത്തിങ് ഈസ് ഇമ്പോസിബിൾ ബൈ എനിവൺ. ഒരു കാര്യം നിങ്ങൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളെടുത്താണെങ്കിലും നിങ്ങൾക്കത് നേടാൻ കഴിയുമെന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഇപ്പം നിങ്ങൾക്കൊരു കാര്യത്തിൽ ടാലൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ടാലൻ്റ് ഇല്ല, ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നിന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, ബേസിൽ നിന്ന് തന്നെ നിങ്ങൾ ഓരോ കാര്യവും ക്ലിയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം, അതായത് ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തിയിരിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടാലൻ്റ് ഉള്ളൊരു കാര്യത്തിലാണ് നിങ്ങളിങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എഫേർട്സ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ മാസ്റ്റർ ആവാൻ സമയം കുറച്ച് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടാലൻ്റ് ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി സമയം കുറച്ച് നിങ്ങൾ നേടിയെടുക്കും. അത്രയുമേ അതിനകത്തുള്ള ഡിഫറൻസ് ഉള്ളൂ. എപ്പോഴും ടാലൻറ്റ് പ്ലസ് ഹാർഡ് വർക്ക് മാത്രമാണ് സക്സസ് റീപ്പ് ചെയ്തിട്ടുള്ളത്.
സോ നിങ്ങളുടെ ആ ഒരു അഭിരുചിയുള്ള സംഭവം അല്ലെങ്കിൽ അഭിരുചിയുള്ള ആ ഒരു മേഖല തിരഞ്ഞെടുക്കുകയും അൺബയസ്ഡ് ആയിട്ട് നിങ്ങളെ തന്നെ അതിനകത്തേക്ക് പുഷ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സക്സസ്സിലെത്താൻ നിങ്ങളുടെ ആ ഒരു പാത്തിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് ആ ഒരു മെത്തേഡെന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിലും നമ്മളുടെ ഇപ്പോൾ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കമാൻഡ് കിട്ടുകയും ആ ഒരു കമാൻഡ് കിട്ടുന്നത് ഒരു പരിധി എത്തുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് കമാൻഡ് ഉള്ള ഒരു വ്യക്തിയായി മാറുമ്പോൾ അവിടെ നിങ്ങൾ ബ്രാൻഡഡായി മാറുകയാണ്. അങ്ങനെ ഒരു ബ്രാൻഡഡ് ഫീൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പെഡസ്റ്റലിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ സക്സസിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഭവം നിങ്ങൾക്ക് മറ്റൊരാളിലേക്ക് വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും നിങ്ങളുടെ കൂടെ ഒരാളെ പിടിച്ചുയർത്താൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളിലുള്ളത് അത്രയും കൂടുതലാണ്, അതായത് നിങ്ങൾക്ക് അത് കൊടുത്തു തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ടാലൻറ്റിനെയോ സ്കില്ലിനെയോ മാറ്റുക എന്നുള്ളതിലാണ് സക്സസ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക നിങ്ങളുടെ ടാലൻറ്റിനെ മറ്റൊരാളിലേക്ക് നൽകാൻ സാധിക്കുന്ന ആ ഒരു മൊമെൻ്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇയേഴ്സ് ഓഫ് പ്രാക്ടീസ് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. കാരണം അതൊരു ഹാബിറ്റായി മാറുകയാണ്. നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ ഹാബിറ്റും നിങ്ങളുടെ ഹോബി നിങ്ങളുടെ ഹാബിറ്റൊക്കെ ആയിട്ട് മാറുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ഇൻ യുവർ വിഷ് ടു ബി ദ നമ്പർ 1 പേഴ്സൺ തുടങ്ങുന്നത്. സോ എല്ലാവരും ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ടാലൻറ്റിൽ നിങ്ങളുടെ സ്കില്ലിൽ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഹോബി അല്ലെങ്കിൽ ടാലൻ്റ് അല്ലെങ്കിൽ സ്കില്ലിനെ ഒരു എന്താ പറയുക ഒരു ടോപ്പ് ലെവലിൽ ദ ബെസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ദ മോസ്റ്റ് അപ്ഡേറ്റഡ് ലെവൽ ആക്കി മാറ്റണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ ലൈക്ക് നമ്മുടെ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്, അതിലൊക്കെ സപ്പോർട്ട് നൽകുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.